കാശിനീരുളയെ നീക്കും. ഇന്ന് ചിത്തിര നക്ഷത്രവും ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള സ്വഭാവ സവിശേഷതകൾ നമുക്ക് സംസാരിക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ദേവത ത്വഷ്ടാവാണ്. ഗണം അസുരഗണമാണ്. യോനി സ്ത്രീയോനിയാണ്. മൃഗം ആൾപ്പുലിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം കൂവളമാണ്. രജു ശിരസാണ്. അക്ഷരം ഉകാരമാണ്. മന്ത്രം ശികാരമാണ്. ഏതേനിത്യം വന്നിനിയാൽ ഇതിപ്രമാണാൽ മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടി നശിപ്പിക്കാതെയും വെച്ചു പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സമ്പൽപ്രദമാകുന്നു. ഇനി ചിത്തിര നക്ഷത്രത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ശാന്തികർമ്മത്തിനും പൗഷ്ടിക കർമ്മത്തിനും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും കൃഷിക്കും ഈ നക്ഷത്രം ഉത്തമമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്റെയോ സ്ത്രീയുടെയോ ഗുണദോഷ ഫലങ്ങൾ സംസാരിക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യമുള്ളവരും മനോഹരമായ കണ്ണുകളുള്ളവരായിരിക്കും. കലാപരമായി ഇവർക്ക് താല്പര്യമുണ്ടാകും. സ്ത്രീ വിഷയങ്ങളിൽ അതിലേറെ താല്പര്യം ഇവർ പ്രകടിപ്പിക്കും. ആഡംബര സാധനങ്ങൾ, വാഹനങ്ങൾ, നിറപ്പകിട്ടുള്ള സാധനങ്ങൾ ഇവയോടൊക്കെ ഇവർക്ക് വളരെ താല്പര്യം കൂടുതലായിരിക്കും. എന്നാലും ഇവർ എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹത്തോടെ നിൽക്കുന്ന ആളുകളായിരിക്കും. ഈ നക്ഷത്രക്കാരിൽ പലർക്കും വിദേശ സഞ്ചാരത്തിലൂടെ ഭാഗ്യം സിദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിതാവിനേക്കാൾ മാതാവിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ സിദ്ധിക്കുക. എന്ത് സാഹസിക കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള മനക്കരുത്ത് ഈ നക്ഷത്രക്കാർക്കുണ്ടായിരിക്കും. ദയാലുക്കളായ ഇവർ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാറില്ല. പലരും ജനിച്ച വീട് വെടിഞ്ഞ് താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് രഹസ്യബന്ധങ്ങൾ കാരണം ദാമ്പത്തിക ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല ക്ലേശങ്ങളും വിവാഹ ജീവിതത്തിൽ വന്നുകൂടുന്നതായിട്ട് കാണാറുണ്ട്. വിശാഖം, തൃക്കേട്ട, പൂരാടം എന്നീ മൂന്നഞ്ചേടം നക്ഷത്രക്കാരുമായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്നത് അത്ര നല്ലതല്ല. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ കാലഘട്ടം നല്ലതും ചീത്തയും അനുഭവിക്കാനുള്ള കാലഘട്ടമാണ്. നല്ലതും ഉണ്ടാവും, ചീത്തയും സംഭവിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രമായി കാണാം. ശുഭം.